നോക്കിയേ, നമുക്കിന്നൊരു പുതിയ വീഡിയോ കാണാം. ഇന്നൊരു തട്ടിക്കൂട്ട് മാങ്ങ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സദ്യക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണേ. അപ്പോൾ അതിന് വേണ്ട പൊടികൾ ഏതെന്ന് വെച്ചാൽ നമുക്ക് കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, പിന്നെ കടുക് പൊടിച്ചത്, കായം. പിന്നെ ഞാനാണെങ്കിൽ മാങ്ങ 2 ദിവസം മുന്നേ ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലേ ആ മാങ്ങയിൽ നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടിരിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഐറ്റംസ് ചതച്ചു മാറ്റി വയ്ക്കാം. വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില അതെല്ലാം കൂടി ചതയ്ക്കാനുള്ളതാണേ. അത് നമുക്ക് ചതച്ചു മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് നമുക്ക് നല്ലെണ്ണയിൽ ഉണ്ടാക്കണം. നല്ലെണ്ണയിൽ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് കുറേ നാൾ ഇരിക്കണ്ടേ, കുറച്ച് നാളൊക്കെ ഇരിക്കണമെങ്കിലും ആ നല്ല ഒരു ഗ്രേവി ടൈപ്പിലൊക്കെ കിട്ടണമെങ്കിൽ നല്ലെണ്ണയാണ് ബെസ്റ്റ്. ഇനി കടുകും ചുമന്ന മുളകൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്ത് വരുമ്പോൾ ചതച്ചു വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം കൂടി ഇട്ട് ഒന്ന് പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചേർക്കാനുള്ള പൊടികൾ കാശ്മീരി ചില്ലി, ഉലുവാപ്പൊടി, പിന്നെ കടുക് പൊടിച്ചത്. ഞാൻ പച്ച കടുകാണ് പൊടിക്കുന്നതേ. ചിലത് വറുത്ത് പൊടിക്കാറുണ്ട്. രണ്ടിനും 2 ടേസ്റ്റാണ്. ഞാൻ കൂടുതലും പച്ച ഈ വറുക്കാതെയാണ് പൊടിക്കുന്നത് കടുക്. പിന്നെ ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കിതിൻ്റെ ഈ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാവേ. അത് കഴിഞ്ഞ് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി ഈ നമ്മളെ കാശ്മീരി ചില്ലി ഒരു ബ്രൗൺ കളറിലാവുമ്പോൾ അത് നിർത്തി കുറച്ച് വിനാഗിരി ഒഴിച്ച് കായപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. ജസ്റ്റ് ഒരു തിള വന്നാൽ മതി. എന്നിട്ട് തീ കുറയ്ക്കണം. ഒരുപാട് വേവിക്കരുത് ഈ മാങ്ങ. തീ കുറച്ചിട്ടിട്ട് നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന മാങ്ങ അതിനകത്തോട്ട് തട്ടിയിട്ട് അരപ്പെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മിക്സാക്കി വെക്കണേ. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെക്കണം. കാര്യം നമ്മൾ 2 ദിവസം മുന്നേ മാങ്ങ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. അതുമല്ല ഈ മാങ്ങ വയ്ക്കുമ്പോൾ ആരും അധികം വേവിക്കാറില്ല. അപ്പോൾ ദേ നമ്മൾ തട്ടിക്കൂട്ട് മാങ്ങാക്കറി റെഡിയായി കേട്ടോ. പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കാണണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ.